എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, ഏറെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ കാട്ടാക്കട കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു അസോസിയേഷൻ രൂപപ്പെടുന്നതിൽ അത്യധികം സന്തോഷം എനിക്കുണ്ട്. അത് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, പണ്ടുകാലം മുതൽ മാധ്യമത്തിന് സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താനും സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുള്ള ഘടകമെന്ന് പറയുന്ന മാധ്യമം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ പുകയിലൂടെയും പിന്നെ അതിനുശേഷമൊക്കെ പ്രാവിൻ്റെ കാലിൽ സന്ദേശങ്ങൾ കെട്ടിയയച്ച് പറത്തിവിട്ട് അങ്ങനെ പിന്നെ അത് ആദ്യകാലങ്ങളിൽ ഭാഷയൊക്കെ രൂപപ്പെടുന്നതിന് മുൻപേ തന്നെ സന്ദേശങ്ങൾ കൈമാറിയിരുന്ന പലവിധ ശബ്ദങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. അപ്പം അത്തരത്തിൽ ശബ്ദങ്ങളിലൂടെ കൈമാറി കിട്ടി. അത് കഴിഞ്ഞ് ഭാഷ വന്നപ്പോൾ ഭാഷ ഒരു മാധ്യമമായി നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു മാധ്യമമായി മാറി. അങ്ങനെയെല്ലാം വന്ന് അതിന് വളരെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു AI യുഗത്തിലേക്ക് വരെ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്ത അത്രയും സ്വാധീനം ഇന്ന് മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാൾ ഇപ്പോൾ ഒരു 8 മാസം അടുപ്പിച്ചാവാറായി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഒരുപാട് നമ്മൾ വാർത്തകളെ അനലൈസ് ചെയ്യുമ്പോൾ വരുന്നതിൽ ഒരു 80% വാർത്തകളും സത്യം അല്ലാത്തതും അല്ലെങ്കിൽ AI കലർന്ന വാർത്തകളും ഒക്കെയാണ് നമ്മൾ സമൂഹത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വാർത്ത അറിയുന്ന പക്ഷം അതിൻ്റെ 2 വശമല്ല, അതിൻ്റെ 4, 10, 15 വശം അളന്നിട്ട് വേണം വാർത്തകൾ കൊടുക്കാൻ എന്നുള്ള ഒരു കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഏറെ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിന് നേരിട്ട് സാക്ഷിയായ ഒരു ന്യൂസുണ്ട്. അതായത് മുഖ്യധാര വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത തെറ്റാണ്. അതിൻ്റെ യഥാർത്ഥ ന്യൂസ് അറിയാവുന്ന ഈ കൂട്ടത്തിലുള്ള ഒരാൾ ഇദ്ദേഹമാണ്. വേറെ ആർക്കും ആ യഥാർത്ഥ ന്യൂസ് അറിയില്ല. അതിൻ്റെ യഥാർത്ഥ ന്യൂസിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി കൈവശമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് വാർത്തകൾ മുന്നോട്ട് പോകുന്നത്. ഇനി പറയുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നെടുമങ്ങാട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളിലും തീ കൊളുത്തി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു, കുടുംബ പ്രശ്നം മൂലം യുവതി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വേറെ ഒന്നുമല്ല, കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ തീ കൊളുത്തി കിണറ്റിലെടുത്തിട്ടതാണ്. സാക്ഷിയായിട്ടുള്ളത് ആകെ ഒരാളേ ഉള്ളൂ. പക്ഷെ ആ ആള് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ സാക്ഷി എന്ന് പറയുന്നത് കുട്ടിയുടെ മകനാണ്. മകന് 3 വയസ്സേ ഉള്ളൂ. അപ്പം മകൻ്റെ ഭാര്യ വീട്ടുകാരുടെ പക്ഷം കേൾക്കാനോ മകൻ്റെ പക്ഷം കേൾക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നു, നാട്ടുകാർ ചിലപ്പം വിളിച്ച് പറയും, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ വിളിച്ച് പറയും. എല്ലാവർക്കും പലതരത്തിലുള്ള അജണ്ടകളുണ്ടാവും. ഒരു വാർത്തയ്ക്ക് ഒരു 10, 15 അതിൽ കൂടുതലോ അജണ്ടകളുണ്ടാവും. അപ്പം അജണ്ടകൾ മനസ്സിലാക്കാതെ നമ്മൾ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാട്ടാക്കട ഈ ഭാഗമൊക്കെ. അപ്പോൾ ഇതിൽ തന്നെയുള്ള പലരെയും വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളുമാണ്. കാലങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമുള്ള ആളുകളൊക്കെയാണ്. അപ്പം എന്തെങ്കിലും ഒരു വാർത്ത അറിയുന്ന പക്ഷം അതിൻ്റെ 2 വശമല്ല, അതിൻ്റെ 4, 5, 10 വശങ്ങളൊക്കെ കണക്കാക്കണം എന്നത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഈ പ്രസ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. എൻ്റെ പഞ്ചായത്തിൽ ഇന്ന് ഓണാഘോഷമാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും വളരെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും മാറി മാറി വിളിച്ചതിൻ്റെ ഫലത്തിലാണ് ഞാൻ ഔദ്യോഗികമായിട്ട് എന്നെ വന്ന് വിളിച്ചതിലുപരിയായിട്ട് ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. ആയതിനാൽ നമ്മുടെ മാധ്യമ ധർമ്മം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമ്മുടെ ഈ ഒരു പ്രസ് ക്ലബ്ബ് വഴി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ ധന്യമാക്കിയ പ്രസിഡന്റിന് സ്നേഹോപകാരം നൽകുകയാണ്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് നൽകുന്നത്. സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്.